പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹെയർ കെയർ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് 2 പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഡാൻഡ്രഫ് ഉണ്ടാവും. ആ ഡാൻഡ്രഫ് എങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതെന്ന് ഒരു പിടി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ 2 പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതൊരു ആൻറ്റി ഡാൻഡ്രഫ് ഡ്രോപ്പ് ആണ്, അതുപോലെ തന്നെ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രോപ്പ് ആണ് കേട്ടോ. രണ്ടും പ്രോട്ടക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ 2 പ്രൊഡക്ട്സ് ആണ്. സ്റ്റബോൺ ആയിട്ടുള്ള ഡാൻഡ്രഫ് വരെ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് റിമൂവ് ചെയ്യാന്ന് കേട്ടോ ഇവർ പറയുന്നത്. ഹെയറിൽ ഉണ്ടാകുന്ന ഫ്ലേക്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതുവഴി റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു 2-3 ഡേയ്സ് യൂസ് ചെയ്തു. എനിക്കൊരു വിസിബിൾ റിസൾട്ട് തന്നെ കാണാൻ പറ്റി. കാരണം എൻ്റെ തലയിൽ നന്നായിട്ട് താരനുണ്ട് കേട്ടോ. നന്നായിട്ട് താരനുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ഫ്ലേക്സ് ഫ്രീ സ്കാൽപ്പും അതുപോലെ തന്നെ ഒരു ഹെൽത്തി സ്കാൽപ്പും നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് എങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഡ്രോപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് സെറം നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാക്കിയാൽ ഇങ്ങനെ താഴത്തോട്ട് തുള്ളിയായിട്ട് വരും. ഒട്ടും സ്റ്റിക്കിനെസ് ഇല്ല, നോൺ സ്റ്റിക്കിയാണ്. അതുപോലെ അത് താഴത്തോട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ആവും ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ കിടക്കാൻ നേരത്ത് ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെ വകഞ്ഞ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സ്കാൽപ്പിലോട്ട് അത് എത്തും ചെയ്യും. നന്നായിട്ടൊരു മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ മുടിയിലേക്കും തലയോട്ടിലേക്കും ഒക്കെ അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെ ഒരു അപ്ലൈ ചെയ്യുന്ന രീതി നല്ല ഇഷ്ടമായി. നമ്മൾ വേറെ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രോപ്പ് നമുക്ക് നോക്കാം കേട്ടോ. അത് സെയിം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 ഒപ്പം ചെയ്യാറില്ല. ഞാൻ 1-2 ദിവസങ്ങളാണ് 2 അപ്ലൈ ചെയ്യാറില്ല. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമായില്ല. മറ്റേ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമായില്ല ഈ ഹെയർ ഗ്രോത്ത് സെറത്തിൻ്റെ. പക്ഷേ അപ്ലൈ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1.5 വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുക. ഒരു ദിവസം ഡാൻഡ്രഫ് അപ്ലൈ ചെയ്താൽ ഒരു ദിവസം ഹെയർ ഗ്രോത്ത് സെറം അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ആ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഡാൻഡ്രഫിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് എനിക്ക് വർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഡ്രോപ്പും അതുപോലെ തന്നെ ഒരു ഹെയർ ഗ്രോത്ത് ഡ്രോപ്പും ആണ്. അപ്പോൾ 2 പ്രോട്ടക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. എനിക്കൊരു 2-3 ഡേയ്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, യൂട്യൂബിലാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്ന് കാണുന്നത് വെച്ചെങ്കിൽ ഫോളോ ചെയ്യാനും വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.